അനാഥകളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് നീതി പാലിക്കാനാവില്ലെന്ന് നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ മറ്റു സ്ത്രീകളിൽ നിന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന 2, 3, 4 പേരെ വിവാഹം ചെയ്തുകൊള്ളുക. എന്നാൽ അവർക്കിടയിൽ നീതി പുലർത്താനാവില്ലെന്ന് നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ ഒരുവളെ മാത്രം വിവാഹം കഴിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ അധീനത്തിലുള്ള അടിമ സ്ത്രീയെ ഭാര്യയെപ്പോലെ സ്വീകരിക്കുക. നിങ്ങൾ അതിരുവിട്ടു പോകാതിരിക്കുവാൻ അതാണ് കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത്. വേണമെങ്കിൽ കാരണം ചോദ്യോത്തരവേളയിൽ ചോദിക്കാം. പക്ഷേ അത് ഒരു പുരുഷന് ഒന്നിലധികം വിവാഹം കഴിക്കാൻ അനുവദിച്ചിരിക്കുന്നത് സ്ത്രീകളുടെ മാന്യതയ്ക്ക് വേണ്ടിയാണ്. ഒരു വാഗ്ദാനമോ നിർബന്ധമായും ഒന്നിലധികം വിവാഹം കഴിക്കണമെന്ന കൽപ്പനയോ അല്ല. അതാണ് ചില ആളുകൾ ആദ്യം വിചാരിക്കുക. ഒന്നിലധികം ഭാര്യമാരെ വിവാഹം കഴിച്ചാൽ അത് കാരണം കൂടുതൽ അനുഗ്രഹം ലഭിക്കില്ല. അത് ഐച്ഛികമാണ്. പക്ഷെ വിവാഹം കഴിക്കുകയാണെങ്കിൽ നീതി പാലിക്കണം എന്ന നിബന്ധനയുണ്ട്. നീതി ചെയ്യാൻ സാധിക്കില്ലെങ്കിൽ പ്രശ്നമാണ്. സാധാരണയിൽ ഒരിക്കലും വിവാഹമോചനം ചെയ്യാൻ പാടില്ല. അവസാനത്തെ ആശ്രയമാണത്. ഭാര്യയും ഭർത്താവും ഒത്തുപോവില്ലെങ്കിൽ അവസാനത്തെ ആശ്രയമാണത്. ആദ്യത്തിൽ കഴിയും വിധം അത് ഒഴിവാക്കണം. അവസാനാശ്രയമാണത്. ചില സമൂഹത്തിൽ വിവാഹമോചനം ചെയ്യാം, ചില സമൂഹത്തിൽ വിവാഹമോചനം ചെയ്യാൻ പാടില്ല. ചില മതങ്ങൾ അനുവാദം നൽകുമ്പോൾ ചിലത് അനുവാദം നൽകുന്നില്ല. ചിലതിൽ ചില നിയന്ത്രണങ്ങളുണ്ട്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 31-32 വചനങ്ങൾ പറയുന്നു, ആരെങ്കിലും ഭാര്യയെ ഉപേക്ഷിച്ചാൽ അവൾക്ക് ഉപേക്ഷണ പത്രം കൊടുക്കട്ടെ എന്നും അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഇത് മൂസാ അലൈഹിസ്സലാമിയുടെ നിയമമാണ്. ഭാര്യയെ ഉപേക്ഷിക്കുകയാണെങ്കിൽ ഉപേക്ഷണ പത്രം നൽകണം. ഈസാ അലൈഹിസ്സലാം പറയുന്നു, ഞാനോ നിങ്ങളോട് പറയുന്നത്, പരസംഗം ഹേതുവായിട്ടല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവനെല്ലാം അവളെക്കൊണ്ട് വ്യഭിചാരം ചെയ്യിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 31-32 പ്രകാരം പരസംഗത്തിന് മാത്രമേ വിവാഹമോചനം ചെയ്യാവൂ. ഇസ്ലാമിലെ വിവാഹമോചനത്തെക്കുറിച്ച് ധാരാളം തെറ്റിദ്ധാരണകളുണ്ട്. അടിസ്ഥാനപരമായി അവയെ 5 വിഭാഗങ്ങളാണ്. 1. ഭാര്യയും ഭർത്താവും പരസ്പരം സമ്മതിച്ചുകൊണ്ടുള്ള വിവാഹമോചനം. 2. ഭർത്താവിന്റെ മാത്രം ഇഷ്ടപ്രകാരമുള്ളവർ. 3. ഭാര്യയുടെ ഇഷ്ടപ്രകാരം വിവാഹ ഉടമ്പടിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊലാഖ് തൗഫീഖ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. വിവാഹ ഉടമ്പടിയിൽ ഭർത്താവ് സമ്മതിച്ചെഴുതിയിട്ടുണ്ടെങ്കിൽ അവൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ വിവാഹമോചനം നേടാം. 4. ഭാര്യയുടെ മാത്രം ഇഷ്ടപ്രകാരം വിവാഹമോചനം നടത്താമെന്ന് വിവാഹ ഉടമ്പടിയിൽ എഴുതിയിട്ടില്ലെങ്കിലും ഭർത്താവ് അവളോട് മോശമായി പെരുമാറിയാൽ അവൾക്ക് ഖാളി അഥവാ ന്യായാധിപനെ സമീപിച്ച് വിവാഹം ഫസ്ഖ് അസാധുവാക്കാം. 5. അവസാനത്തേത്, ഭർത്താവ് നല്ലവനാണെങ്കിലും ഭാര്യയ്ക്ക് ഖുൽഉ ആവശ്യപ്പെടാവുന്നതാണ്. ഇങ്ങനെ 5 വിധമാണ് വിവാഹമോചനം. 1. ഭർത്താവിന്റെയും ഭാര്യയുടെയും സമ്മതപ്രകാരം. 2. ഭർത്താവിന്റെ മാത്രം ഇഷ്ടത്തിൽ. 3. ഭാര്യയുടെ മാത്രം ഇഷ്ടപ്രകാരം വിവാഹ ഉടമ്പടിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ. 4. ഭർത്താവ് മോശമായി പെരുമാറിയാൽ ഫസ്ഖ് ചെയ്യാം. 5. ഭർത്താവ് നല്ലവനാണെങ്കിലും അയാളുടെ ശാരീരിക പ്രശ്നം കാരണം അവൾക്ക് ഖുൽഉ ചെയ്യാം. ഇനി രക്ഷിതാക്കളുമായി അഥവാ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട കുടുംബമൂല്യങ്ങൾ വിശകലനം ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ 17-ാം അധ്യായം ഇസ്രായിലെ 23-24 വചനങ്ങൾ പറയുന്നു, തന്നെയല്ലാതെ നിങ്ങൾ ആരാധിക്കരുതെന്നും മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നും അല്ലാഹു വിധിച്ചിരിക്കുന്നു. അവരിൽ മാതാപിതാക്കൾ ഒരാളോ അവരിൽ 2 പേരും തന്നെയോ നിന്റെ അടുക്കൽ വെച്ച് വാർദ്ധക്യം ബാധിക്കുകയാണെങ്കിൽ അവരോട് നീ ഛേ എന്ന് പറയുകയോ അവരോട് കയർക്കുകയോ ചെയ്യരുത്. അവരോട് നീ മാന്യമായ വാക്ക് പറയുക. കാരുണ്യത്തോടുകൂടി എളിമയുടെ ചിറക് അവർക്കിരുവർക്കും താഴ്ത്തിക്കൊടുക്കുകയും ചെയ്യുക. എന്റെ രക്ഷിതാവേ, ചെറുപ്പത്തിൽ അവർ ഇരുവരും എന്നെ നോക്കി വളർത്തിയതുപോലെ ഇവരോട് നീ കരുണ കാണിക്കണമേ എന്ന് നീ പറയുകയും ചെയ്യുക. മാതാപിതാക്കൾക്ക് വാർദ്ധക്യം ബാധിച്ചാൽ അവരോട് ഛേ എന്ന് വെറുപ്പിക്കുന്ന വാക്ക് പോലും പറയാൻ പാടില്ല. വിശുദ്ധ ഖുർആനിൽ 6-ാം അധ്യായം അൻആമിൽ 151-ാം വചനത്തിൽ പറയുന്നു, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക. വിശുദ്ധ ഖുർആനിൽ 31-ാം അധ്യായം ലുഖ്മാൻ 14-ാം വചനത്തിൽ പറയുന്നു, മനുഷ്യന് തന്റെ മാതാപിതാക്കളുടെ കാര്യത്തിൽ നാം അനുശാസനം നൽകിയിരിക്കുന്നു. ക്ഷീണത്തിനുമേൽ ക്ഷീണമായിട്ടാണ് മാതാവ് അവനെ ഗർഭം ചുമന്ന് നടന്നത്. അവന്റെ മുലകൊടി നിർത്തുന്നതുമാവട്ടെ 2 വർഷം കൊണ്ടുമാണ്. എന്നോടും നിന്റെ മാതാപിതാക്കളോടും നീ നന്ദി കാണിക്കൂ. എന്റെ അടുത്തേക്കാണ് നിന്റെ മടക്കം. വിശുദ്ധ ഖുർആനിൽ 46-ാം അധ്യായം അഹ്ഖാഫ് 15-ാം വചനത്തിൽ പറയുന്നു, നിന്റെ മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കണമെന്ന് നാം മനുഷ്യനോട് അനുശാസിച്ചിരിക്കുന്നു. അവന്റെ മാതാവ് പ്രയാസപ്പെട്ടുകൊണ്ട് അവനെ ഗർഭം ധരിക്കുകയും പ്രയാസപ്പെട്ടുകൊണ്ട് അവനെ പ്രസവിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇബ്നു മാജയിലും